ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കൽ ഒരു ജെസ്യൂട്ട് പുരോഹിതനായ ഫാദർ പാട്രിക് ബെർമിൻ, അമേരിക്കൻ സെനറ്റ് അംഗമായിരുന്നു അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തൻ്റെ പാർലമെൻറ്റിൽ എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ ചെയ്യുന്നത് കണ്ട് അവിടെയുള്ള വ്യക്തികൾ രണ്ടാമതും തിരഞ്ഞെടുപ്പിന് നിൽക്കാനായി അദ്ദേഹത്തോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് തൻ്റെ സുപ്പീരിയർ ജനറലിന് ഒരു കത്തെഴുതുന്നുണ്ട്, ഞാൻ മത്സരത്തിന് നിന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് ചോദിച്ചുകൊണ്ട്. എന്നാൽ ഫാദർ പാട്രിക് വിചാരിച്ചതിനപ്പുറമായി സുപ്പീരിയർ ജനറൽ അച്ഛൻ ഈ തിരഞ്ഞെടുപ്പിൽ അച്ഛൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മറുപടി ടെലഗ്രാം അയക്കുന്നുണ്ട്. ഇത് വായിച്ച് മനസ്സുടഞ്ഞ് ദേഷ്യത്തോടുകൂടി വീണ്ടും പാട്രിക് അച്ഛൻ ഒരു മറുപടി ടെലഗ്രാം അയക്കുന്നു, ഞാൻ ഈ തിരഞ്ഞെടുപ്പിൽ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട്. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞ് സുപ്പീരിയർ ജനറൽ പാട്രിക് അച്ഛനെ വിളിച്ച് പറയുന്നുണ്ട്, അച്ഛാ, ഈ തിരഞ്ഞെടുപ്പിൽ അച്ഛൻ നിൽക്കരുത്. നിറയെ കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ, ഈ വൈദികനെ സുപ്പീരിയർ ജനറൽ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട് പാട്രിക് അച്ഛനെ. എന്നാൽ അച്ഛൻ വഴങ്ങുന്നൊരു ലക്ഷണമില്ല. ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാണ്, അമേരിക്കയിലോട്ട് അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാണെന്ന് തിരക്കി സുപ്പീരിയർ ജനറൽ പാട്രിക് അച്ഛൻ്റെ അടുത്തെത്തുന്നു. ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിന്ന സംഭാഷണം. എന്നാൽ പാട്രിക് അച്ഛൻ വഴങ്ങുന്ന ഒരു രീതി കാണാതെ മനസ്സുടഞ്ഞ് സുപ്പീരിയർ ജനറൽ അവസാനം പറയുന്നുണ്ട്, അച്ഛന് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക എന്ന്. അച്ഛന് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക എന്ന്. ഇത് കേട്ടിട്ട്, ഇത് പറഞ്ഞതിന് ശേഷം സുപ്പീരിയർ ജനറൽ പുറത്തോട്ട് ഇറങ്ങിയിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് തീരുമാനമെടുക്കുക എന്ന്. ശരി, അച്ഛൻ പറഞ്ഞതല്ലേ, സുപ്പീരിയർ ജനറൽ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പാട്രിക് അച്ഛൻ ദേവാലയത്തിലേക്ക് പോകുന്നു. പോയി ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞ് പുറത്തു വന്ന ഉടനെ പാട്രിക് അച്ഛൻ സുപ്പീരിയർ ജനറലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്നോട് മാപ്പാക്കുക, ഞാൻ അച്ഛൻ പറഞ്ഞത് ചെയ്തു കൊള്ളാം, ഞാൻ അനുസരിച്ചു കൊള്ളാം എന്ന്. സ്നേഹം നിറഞ്ഞവരെ, മംഗളവാർത്ത സ്വീകരിക്കാൻ മറിയത്തിന് തൻ്റേതായ കാരണങ്ങളുണ്ടായിരുന്നു. സ്വീകരിക്കാതിരിക്കാൻ മറിയത്തിന് തൻ്റേതായ കാരണങ്ങളുണ്ടായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും എന്ന് പരിശുദ്ധ മറിയം തൻ്റെ ഇടത്തോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ദൈവദൂതൻ എല്ലാം വിശുദ്ധീകരിച്ച് കൊടുത്ത ഉടനെ, എല്ലാം കറക്റ്റായി പറഞ്ഞു കൊടുത്ത ഉടനെ, നിന്റെ ഇഷ്ടം പോലെ എന്നിലാകട്ടെ എന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. നിന്റെ ഇഷ്ടം പോലെ എന്നിൽ ആകട്ടെ എന്ന്. വചനം സ്വീകരിക്കാൻ ഏറെ തടസ്സങ്ങൾ ഉണ്ടായിട്ടും വിശദീകരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ മറിയം അനുസരണം വാഗ്ദാനം ചെയ്യുകയാണ്. സ്നേഹമുള്ളവരെ, വചനം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, അത് സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുണ്ടാവും. ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വെളിച്ചമായി തീരാൻ, ആ വെളിച്ചം ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ച് നൽകാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണേ എന്ന്
ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നാം ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.